പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ പരുത്തിക്കുഴി ബൈപ്പാസ് ജംഗ്ഷനിലാണ്. സമയം രാത്രി 12 മണിയോടടുക്കുകയാണ്. ഈ രാത്രി ഇവിടെ വന്ന് വീഡിയോ ചെയ്യാൻ ചില കാരണങ്ങളുണ്ട്, പറയാം. പരുത്തിക്കുഴി ബൈപ്പാസ് ജംഗ്ഷൻ വെളിച്ചമില്ലാത്ത മരണക്കെണിയായി തുടരുകയാണ്. ഇനി എത്ര ജീവനുകൾ പൊലിയണം? പരുത്തിക്കുഴി രാത്രിയായാൽ ഇരുട്ടിൽ മുങ്ങുന്ന പരുത്തിക്കുഴി ബൈപ്പാസ് ജംഗ്ഷൻ അപകടങ്ങളുടെ കേന്ദ്രമായി മാറുകയാണ്. സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്തതുമൂലം ഈ ഭാഗത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ചും കാൽനടയാത്രക്കാർ അപകടത്തിൽപ്പെട്ടും വൻ ദുരന്തങ്ങളാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഈ നാട്ടുകാരനായ ഒരു യുവാവ് ഇവിടെയുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇരുട്ടിൽ റോഡ് കാണാൻ കഴിയാത്തതാണ് മിക്ക അപകടങ്ങൾക്കും പ്രധാന കാരണം. പ്രധാന പ്രശ്നങ്ങൾ കാഴ്ച മറയ്ക്കുന്ന ഇരുട്ട്. രാത്രികാലങ്ങളിൽ വളവുകളും റോഡ് മുറിച്ച് കടക്കുന്നവരെയും ഡ്രൈവർമാർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. തുടർച്ചയായ അപകടങ്ങൾ. ചെറിയ മാസങ്ങൾക്കുള്ളിൽ നിരവധി അപകടങ്ങളാണ് ഈ പരുത്തിക്കുഴി ബൈപ്പാസ് ജംഗ്ഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യാത്രക്കാരുടെ ഭീതി. ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സ്ത്രീകളും മുതിർന്ന പൗരന്മാരും ഇരുട്ടിലൂടെ നടന്നു പോകാൻ ഭയപ്പെടുന്ന അവസ്ഥയിലാണ്. നാട്ടുകാരുടെ ആവശ്യം അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് പരുത്തിക്കുഴി ബൈപ്പാസ് ജംഗ്ഷനിൽ ആവശ്യമായ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണം. ഇനിയൊരു അപകടമുണ്ടാകാതിരിക്കാൻ അടിയന്തരമായി വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധ പുലർത്തുക തന്നെ വേണം.